ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് എദൻ ടി വിയുടെ ശാബ സ്കൂൾ പാഠങ്ങളിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹസ്വാഗതം. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ അന്ത്യകാലഘട്ടത്തിൽ വേദപുസ്തകത്തിലെ മർമ്മങ്ങളെ പഠിക്കുവാൻ ദൈവം വിവിധങ്ങളായ മാർഗങ്ങൾ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സഭാസമൂഹത്തിന് അവർ അറിഞ്ഞിരിക്കേണ്ട ആത്മീയ അന്തസത്തകളെക്കുറിച്ചുള്ള ഗഹനമായ പാഠങ്ങൾ ലഭ്യമാക്കുന്നത് ശാബ സ്കൂൾ പാഠങ്ങളിലൂടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കഴിഞ്ഞ 2-3 ക്വാർട്ടറുകളിലായി നമ്മൾ വേദപുസ്തകത്തിൽ പുതിയ നിയമ കാലഘട്ടത്തിലെ സുവിശേഷ ഭാഗത്തു നിന്നുള്ള പാഠങ്ങളാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ മാർക്കോസ് എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് പഠിച്ചു. ഈ ക്വാർട്ടറിൽ നമ്മൾ കഴിഞ്ഞ 7 പാഠങ്ങളും പഠിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെ ആധാരമാക്കിയാണ്. സുവിശേഷങ്ങളിൽ പറയത്തക്ക ഇത്ര എന്തുണ്ട് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, അവൻ്റെ രോഗശുശ്രൂഷകൾ, അവൻ്റെ വാക്കുകൾ, അവൻ്റെ ജീവിതം പ്രതിഫലിക്കുന്ന ഭാഗമാണല്ലോ സുവിശേഷ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണമേ എന്നുള്ളത് ഒരു പ്രത്യേക കരുതലായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 7 പാഠങ്ങൾ പഠിച്ചപ്പോഴും ക്രിസ്തു എന്ന വലിയ മർമ്മത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, ഉൾത്തടങ്ങളിലേക്ക് എത്തിക്കുവാനും പല സംശയങ്ങളും ദൂരീകരിക്കുവാനും യോഹന്നാൻ്റെ വചനങ്ങളിലൂടെ സാധിച്ചു, യോഹന്നാൻ്റെ വാക്കുകളിലൂടെ സാധിച്ചു. അവയിൽ കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്നത്, ദൈവത്തിൻ്റെ സമൂഹത്തിനിടയിൽ, ദൈവത്തിൻ്റെ ജനത്തിനിടയിൽ കർത്താവ് യേശുക്രിസ്തു എന്തൊക്കെയാണ് അവരോട് വെളിപ്പെടുത്തിയത്, അതൊക്കെയും വചനങ്ങളിലൂടെ നമുക്കും വെളിപ്പെടുത്തി തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ നമുക്കും യോഹന്നാൻ്റെ സുവിശേഷ ഭാഗം ഇത്ര പ്രാധാന്യത്തോടെ പഠിക്കേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് 8ാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നിറവേറപ്പെടുന്ന പഴയ നിയമ പ്രവചനങ്ങൾ എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ട്. നിറവേറപ്പെടുന്ന പഴയ നിയമ പ്രവചനങ്ങൾ. നമ്മൾ കഴിഞ്ഞ 7 പാഠങ്ങൾ പഠിച്ചപ്പോഴും വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ എഴുത്തുകാർ യെശയ്യാവിൻ്റെ പ്രവചനത്തിലും, സഖര്യാവിൻ്റെ പ്രവചനത്തിലും, യിരെമ്യാവിൻ്റെ പ്രവചനത്തിലും, ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ പറഞ്ഞിരിക്കുന്ന വൈവിധ്യങ്ങളാർന്ന അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും അവയെ ഒന്ന് പ്രത്യേകം തരം തിരിച്ചുകൊണ്ട് യേശു മശിഹയെക്കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തിയ അധികം വിധങ്ങളെ എങ്ങനെയാണ് യോഹന്നാൻ വളരെ അധികമായി പഴയ നിയമ എഴുത്തുകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ പഠിക്കാൻ പോവുകയാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തന്നെ ഒരു പ്രസ്താവന നമുക്ക് വായിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ മനപാഠവാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യമാണ്. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യം ഉണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. നോക്കൂ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകളാണ് നമ്മുടെ ചെവികളിലേക്ക് മനപാഠവാക്യമായി നൽകിയിട്ടുള്ളത്. എന്താണ് പറയുന്നത്? എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. തന്നെക്കുറിച്ച് പിതാവിൻ്റെ കൽപ്പനകൾ, പിതാവിൻ്റെ വാക്കുകൾ എന്തായിരിക്കും എന്ന് കർത്താവ് യേശുക്രിസ്തുവിന് നല്ല ധാരണയുണ്ടായിരുന്നു. ആ ധാരണയെക്കുറിച്ചാണ് നമ്മൾ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ, ജാഗ്രതയോടുകൂടെ എല്ലാവരും ആയിരിക്കുക. എല്ലാ പ്രിയപ്പെട്ട
ദൈവജനങ്ങളെയും സ്നേഹപൂർവ്വം ഈ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠഭാഗത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: അടയാളങ്ങൾ, പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ നിരവധിയായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കാനായിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് മുതൽ അന്ധനായ രോഗിയുടെ കണ്ണിൽ കാഴ്ച നൽകിയതും, പക്ഷപാതക്കാരന് സൗഖ്യം നൽകിയതും, ശരീരം മുഴുവൻ തളർന്നുപോയി തൻ്റെ കൂട്ടുകാരാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് ഇറക്കപ്പെട്ടവനായ രോഗിക്ക് സൗഖ്യം നൽകിയതും, രക്തസ്രാവം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന സ്ത്രീക്ക് സൗഖ്യം നൽകിയതും, അവനിൽ വിശ്വസിച്ചിരുന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ചതും, ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് വിളിച്ചിറക്കിയതും ഒക്കെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളായിരുന്നു. ഈ അത്ഭുത പ്രവൃത്തികളുടെയൊക്കെ രഹസ്യം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചകളിലെ പാഠങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതിലൊക്കെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ട്. എന്താണ് ആ വെളിപ്പെടുത്തൽ? ഒന്ന്, കർത്താവ് യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്നുള്ള വെളിപ്പെടുത്തൽ. രണ്ട്, അവൻ മാത്രമാണ് രക്ഷകൻ എന്നുള്ളതായ വെളിപ്പെടുത്തൽ. അവനാണ് മശിഹ എന്നുള്ള വെളിപ്പെടുത്തൽ. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ആരെയും സ്വാധീനിക്കാൻ വേണ്ടി ആയിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു പ്രശസ്തമായ ഒരു നടപടിയാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരുന്നില്ല. മറിച്ച് താൻ ദൈവമാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ ആയിരുന്നു. ആ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് യേശു ക്രിസ്തു പ്രവർത്തിച്ചിരുന്ന സന്ദർഭങ്ങളിൽ ഒക്കെയും അവനെതിരായി ചോദ്യങ്ങൾ വന്നിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. യോഹന്നാൻ അപ്രകാരം ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ യഹൂദന്മാർ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ന്യായശാസ്ത്രികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. ചില വാക്യങ്ങൾ വായിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നോക്കൂ. യേശുവും പിതാവും തമ്മിലുള്ള, ദൈവപിതാവും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിച്ചും അതിശയ പ്രവൃത്തികളുടെ പശ്ചാത്തലത്തിൽ ഈ വാക്യങ്ങൾ എങ്ങനെ വിവരിക്കുന്നു എന്നാണ് ലേഖകൻ നമ്മോട് ചോദിക്കുന്നത്. 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഒരു സംഭവം നടക്കുന്നതിന് പിന്നിൽ ഒരു സാഹചര്യമുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സാഹചര്യം. കർത്താവ് യേശു ക്രിസ്തു, നമ്മളതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ വാതിൽക്കൽ ബഥസ്ത എന്ന പേരുള്ള, എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപം ഉണ്ടായിരുന്നു. ആ മണ്ഡപത്തിന് ചുറ്റും വിവിധങ്ങളായ വ്യാധിക്കാർ, ക്ഷയരോഗികൾ, മുടന്തർ, കുരുടർ, അങ്ങനെ ഒരു വലിയൊരു കൂട്ടം രോഗികൾ അവിടെ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നു. അതത് സമയത്ത് ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. അതിലേക്ക് കയറുന്നവർ, ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അതൊക്കെയാണ് അവിടെ നടന്നിരുന്ന അത്ഭുത പ്രവൃത്തി. പക്ഷേ 38 വർഷമായി ആ ബഥസ്ത കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുന്നതും അവന് എഴുന്നേറ്റ് വെള്ളത്തിലേക്ക് ചാടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുമ്പോൾ യേശു അവനോട് പറയുന്നത്, നിൻ്റെ കിടക്കയെടുത്ത് നടക്ക. അവൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്ന് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന വലിയൊരു പുരുഷാരം അവനോട് ചോദിച്ച ചോദ്യം, നിന്നോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ് എന്നാണ്. എന്നാൽ അവന് സൗഖ്യം കൊടുത്തത് ആരാണ് എന്ന് അവന് മനസ്സിലായില്ല എങ്കിലും അവൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. അത് യേശു ശബത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ട് യഹൂദന്മാർ യേശുവിനെതിരായി കുറ്റം ചുമത്തുവാൻ ശ്രമിക്കുന്ന സമയത്ത് യേശു അവരോട് പറയുകയാണ്, എന്താണ്? എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, അല്ലാതെ ഞാൻ എന്ത് ചെയ്തതല്ല, ശബത്ത് ലംഘിച്ചാൽ. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, അതിനെ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ അവനെ
കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഉപായം അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട്, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആ മനുഷ്യന് അന്നേരം അവിടെ നിന്ന് സൗഖ്യം കിട്ടുക എന്ന പ്രക്രിയ എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ബാധ എന്താണ്, അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന രോഗബാധ ഇല്ലാതാവുകയാണ്, അല്ലേ? അവന് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. നമ്മൾ പാപം മുഖാന്തരമാണ് രോഗമുണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേദപുസ്തകം അപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പാപങ്ങളെ കർത്താവ് യേശു ക്രിസ്തു പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കിടക്കെടുത്ത് നടക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികൾ, ഇതിലും വലിയ പ്രവൃത്തികളും എന്ത് ചെയ്യും? കർത്താവ് യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാകുന്നു? കർത്താവ് യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കേണ്ടതാകുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരെല്ലാവരും യേശുവിനെതിരായി കുറ്റം ചുമത്താൻ വേണ്ടി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് അവരോട് പറയുന്നത് എന്താണ്? പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും എന്ത് ചെയ്യുന്നില്ല? ബഹുമാനിക്കുന്നില്ല. പുത്രനെ ബഹുമാനിക്കാത്തവൻ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ വചനം കേട്ട് അതിനുള്ളിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങളെല്ലാവരും ജീവങ്കലേക്ക് കടക്കുക എന്നാണ് കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നത്. നോക്കാം, നമുക്കതിൻ്റെ 36 വാക്യം മുതൽ എന്താണ് പറയുന്നത് നോക്കൂ. 36 വാക്യം പറയുന്നത്, എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. നമ്മുടെ മനപാഠവാക്യം, എനിക്ക് പിതാവ് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അയച്ചിരിക്കുന്നവനാണ്. പക്ഷേ അയച്ചിരിക്കുന്നവനാണ് എന്ന് അറിയാമായിരുന്നിട്ടോ അവനിൽ വിശ്വസിക്കാഞ്ഞിട്ടോ അവരെന്ത് ചെയ്യുന്നില്ല? അവർ ആരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയോ ജീവങ്കിലേക്ക് കടക്കാനുള്ള ഉപായം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് പറയേണ്ടതാരാണ്? മറ്റുള്ളവരാണ് പറയേണ്ടത്. ആ സാക്ഷ്യം പറയുവാൻ അവിടെ നിയോഗിക്കപ്പെട്ടത് ബെഥസ്ദാ കുളത്തിൻ്റെ കരയിൽ, നോക്കൂ, 1-2 വർഷമല്ല, എത്ര വർഷമാണ്? 38 വർഷം രോഗബാധിതനായി കിടന്ന മനുഷ്യനാണ്. യേശുവിനോട് മതപ്രമാണികൾ ചോദിച്ചു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക. നോക്കണം, കർത്താവ് യേശു ക്രിസ്തുവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവൻ പറഞ്ഞു എന്നുള്ള കാരണം കുറ്റമായി ആരോപിപ്പിച്ച് അവനെ എന്ത് ചെയ്യുക? ശിക്ഷിക്കുക എന്നുള്ളതാണ് മതപ്രമാണിമാരുടെ ലക്ഷ്യം ആയിരുന്നത്. കർത്താവ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞ വാക്കെന്താണ്? യേശു അവരോട് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു. ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യം എൻ്റെ പ്രവൃത്തികളാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്. പിതാവും ഈ പ്രവൃത്തി ഇന്നുവരെയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഞാനും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ 31 വാക്യമാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നില്ല. എന്നെക്കുറിച്ച് തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നതും എന്നെക്കുറിച്ച് അനുഭവസ്ഥർ സാക്ഷ്യം പറയുന്നതും നിങ്ങൾ കേട്ടിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് ആ കഠിന ഹൃദയരായ മതപ്രമാണിമാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. നോക്കൂ, ഒരുപക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ കാലത്തെ വിശ്വാസ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ എത്രത്തോളം പൂർണ്ണമായൊരു വിശ്വാസത്തോടു കൂടിയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ചോദ്യം നിരന്തരം നാം നമ്മളോട് തന്നെ ചോദിക്കണം. അത് ചോദിക്കാൻ മറ്റാരെങ്കിലും വരുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരോട് അത് ചോദിക്കാൻ അവർക്ക് എന്താണ് അർഹത എന്ന് ചോദിക്കാനോ നമ്മൾ നിൽക്കേണ്ടല്ലോ. നമ്മളോട് തന്നെ ചോദിക്കുക, സ്വയം വിലയിരുത്തുക. നാം മനസ്സിലാക്കേണ്ടത് വെളിപാട് പുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മൾ ന്യായീകരിക്കേണ്ടത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ എത്രത്തോളം സൂക്ഷ്മവും സത്യവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ ആളുകളുടെ ഇടയിൽ വരുന്ന ചോദ്യം, അവിശ്വാസികളുടെ ഇടയിൽ
യേശു ആരാണ് എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും അവനെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തികളും തന്നെ എന്നാണ് ഞായറാഴ്ചത്തെ പാഠം നമ്മോട് പറയുന്നത്. നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ തിരുവെഴുത്തുകളുടെ ആധികാരിക പങ്ക് എന്താണ് എന്നുള്ളതാണ് അവിടുത്തെ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഈ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ആരാണ് എന്നതിനെക്കുറിച്ച് പഴയ നിയമ എഴുത്തുകാർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് തുടർന്ന് വരുന്നത്. അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് മശിഹ എന്ന നിലയിൽ യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ അടയാളങ്ങളും സാക്ഷ്യങ്ങളും യേശു ആരാണ് എന്ന് ജനത്തോട് പറയുവാൻ വേണ്ടി യോഹന്നാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ അത് പഴയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിനെ ജനത്തോട് വെളിപ്പെടുത്തിക്കൊണ്ടാണ് യേശു ആരാണ് എന്ന്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് താൻ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമം യോഹന്നാൻ സുവിശേഷത്തിന് മാത്രമല്ല പുതിയ നിയമത്തിന് ആകമാനം ഒരു 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 കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. നമുക്ക് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ തന്നെ 39, 40, 46, 47 വാക്യങ്ങൾ, അവിടെ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ നിന്ന് 21-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും കൂടെ ഈ സമയത്ത് കയ്യിൽ വെച്ചോണം. എല്ലാവരുടെ കയ്യിൽ ബൈബിളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പഠിക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പഴയ നിയമ എഴുത്തിനെയും പുതിയ നിയമ എഴുത്തിനെയും താരതമ്യം ചെയ്താണ് ഇവിടെ പഠിക്കാനുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39, 40, 46, 47 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ, 46-ാമത്തെ വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? കർത്താവ് യേശു ക്രിസ്തു മതപ്രമാണിമാരോട് ചോദിക്കുന്നതായ ചോദ്യം. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടുമില്ല. അവൻ്റെ വചനമാണ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വചനം തിരുവെഴുത്തുകളായി നമ്മുടെ ഓരോരുത്തരുടെയും കൺമുമ്പിലുണ്ട്. നാം തിരുവെഴുത്തുകളെ ശോധന ചെയ്യുമ്പോൾ, ശരിക്കും ഇത് കർത്താവ് യേശു ക്രിസ്തു മതപ്രമാണികളോടാണ് പറഞ്ഞത് എങ്കിലും തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യനോടും പറയുന്നതായ വാക്യമായിട്ട് വേണം നമുക്കിത് കണ്ടെത്താൻ കഴിയുന്നത്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് താൻ പ്രവർത്തിച്ചുകൊണ്ടാണ് തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അവയിൽ പറഞ്ഞിരിക്കുന്നവനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? പക്ഷേ പരീശന്മാരെ അങ്ങനോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം കർത്താവ് യേശു ക്രിസ്തു പറയുന്നതാണ്: തിരുവെഴുത്തുകളും എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം എന്താണ്? കർത്താവ് യേശു ക്രിസ്തു യഹൂദനായി പിറന്നവനാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ്. പക്ഷെ ആ രാജ്യത്വത്തിനെ, അവൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഭൗതികമായ രാജ്യത്വം ആയിരുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആ അന്നത്തെ കാലഘട്ടത്തിലെ കൈസറുടെ നിയമങ്ങൾ പാലിക്കാൻ അദ്ദേഹവും താല്പര്യം കാണിച്ചിരുന്നു. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്: കൈസർക്കുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്ന് ആ ലോകത്തിനോട് വെളിപ്പെടുത്തിയിട്ടും, ജീവന്റെ മാർഗം കർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ യേശുവിലേക്ക് പോകുന്നില്ല, യേശുവിലേക്ക് അടുത്ത് വരുന്നില്ല എന്നാണ് ചോദ്യം. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ, മോശ എന്താ ചെയ്തത്? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉണ്ടാക്കി, സർപ്പത്തെ ഉയർത്തി മനുഷ്യരെ എന്ത് ചെയ്തു? മരണത്തിൽ നിന്ന് രക്ഷിച്ചു, അല്ലേ? നമുക്ക് ആ സന്ദർഭം അറിയാം. എങ്കിലും നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. നമുക്ക് ദൈവത്തിൻ്റെ ജനത്തിന് പലപ്പോഴും പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്കറിയാം അവരെ വഴി നടത്തുന്നത് ദൈവമാണ് എന്ന്.
അവർക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പന കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കൊണ്ടാണ് മോശ അവരെ വഴി നടത്തുന്നത് എന്ന്. അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് കൃത്യമായി അറിയാമെന്ന് ആ ജനത്തിനറിയാം. എന്നിട്ടും അവർ എന്തു ചെയ്യാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പിറുപിറുക്കുന്നത് കാണാം, അല്ലേ? പിറുപിറുക്കുന്നത് കാണാം. അവരെന്താ പറഞ്ഞത്? മോശയ്ക്കും ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നു. അവിടെയാണ് എങ്കിൽ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, കുടിക്കാൻ പിന്നെ ധരിക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സുഖലോലുപരാണ് അവിടെ ജീവിച്ചതെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെയധികം ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ നീ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ യഹോവ എന്ത് അറിയിച്ചു മോശയോട്? ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ ഒരു താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന് മേൽ തൂക്കി. പിന്നെ ആ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവർ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ദൈവം ആരാണ് എന്ന് ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത സന്ദർഭമാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം മോശയുടെ വാക്ക് കേട്ടിട്ട് ആ ജനത്തിന് അങ്ങനെ ഒരു രക്ഷ നൽകിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ രക്ഷയായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിങ്കലേക്ക് നോക്കുവാൻ, കാൽവരി കുരിശിൽ യാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുവാൻ, അഗ്നിയിലേക്ക് നോക്കുവാൻ, യേശു ക്രിസ്തു എന്ന അഗ്നിയിലേക്ക് നോക്കുവാൻ നമ്മുടെ കണ്ണ് ഇനിയും തുറന്നിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ലേ? നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ആരും ആരെയും മഹാന്മാരായി ചിന്തിക്കേണ്ട കാര്യമില്ല, ആരും ആരെയും പണ്ഡിതന്മാരായി ചിന്തിക്കേണ്ട കാര്യമില്ല, ആരും ആരെക്കാളും മുകളിലാണ് എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് പ്രതിഫലമെങ്കിൽ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിനെ നോക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാപികളായ ജനങ്ങളെ ദൃഷ്ടാന്തമാക്കി നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. യോഹന്നാൻ തുടർന്ന് എന്താണ് പറയുന്നത് നോക്കാം. യേശു മാത്രമല്ല മറ്റുള്ളവരും യേശുവിലേക്ക് ചൂണ്ടിക്കാട്ടുവാൻ പഴയ നിയമത്തെ ഉപയോഗിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള പാഠത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സാക്ഷ്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചുവല്ലോ. ആ സമയത്ത് ഫിലിപ്പോസ് പറഞ്ഞ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് അഭിപ്രായപ്പെട്ടു. തുടർന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കുറേ വാക്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് വിശദമായി പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വായിച്ചുകൊള്ളണം. നാം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വിശ്വാസം എത്രത്തോളം പൂർണ്ണമാണ്? ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലേ, അവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ പോകുവാൻ നമുക്ക് മനസ്സ് ഉണ്ടാകണം, അല്ലേ? നമുക്ക് മനസ്സുണ്ടാകണം. ആ ഒരു മനസ്സിൽ ഉണ്ടാകേണ്ട വ്യത്യാസം, ചിന്തയെക്കുറിച്ചുള്ള, അതിനെയാണ് റിഫർമേഷൻ എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത്. അതൊരു രൂപാന്തരത്വം ആണ്. എന്താണ് അത്? രൂപാന്തരത്വം, മെറ്റമോർഫോസിസ്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം ആണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന പണ്ഡിതശ്രേഷ്ഠനായ പ്രമാണിയോട് കർത്താവ് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് പറയുകയാണ്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സുണ്ടായില്ല. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു, വേദപുസ്തകത്തിലെ വചനങ്ങൾ വിശ്വസിക്കുന്നു, വചനങ്ങൾ നൽകിയത് യഹോവയായ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ആണ് എന്ന് വിശ്വസിക്കുന്നു, അവൻ്റെ ജീവരക്തമാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അവൻ്റെ അരികിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ അരികിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് കർത്താവ് യേശു ക്രിസ്തു
ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ പഴയ നിയമ എഴുത്തുകളിൽ പഴയ നിയമ പ്രവചനങ്ങളിൽ യേശുവിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. തലക്കെട്ട് ഇങ്ങനെയാണ്: യേശുവിനെ സംബന്ധിച്ച പഴയ നിയമ പ്രവചനങ്ങൾ. അതിൻ്റെ ഒന്നാം ഭാഗം 2 ഭാഗങ്ങളായിട്ടാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് നമ്മളതിനെ പഠിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ആ ചിന്തയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. യേശു തൻ്റെ വ്യക്തിത്വം ആരാകുന്നു എന്നതിനെ സംബന്ധിച്ച് മതനേതാക്കളുമായുള്ള ഒരു സംവാദത്തിൽ തിരുവെഴുത്തുകളുടെ അധികാരത്തെ ഉറപ്പിച്ചു പറഞ്ഞു. കാരണം അന്നത്തെ ആ മതനേതാക്കന്മാർ ബൈബിളിൽ വിശ്വസിച്ചിരുന്നു. നമ്മൾ നേരത്തെ വായിച്ചതായ വാക്യമാണ്, ബൈബിളിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവരാരും ആ ബൈബിളിൽ പറയുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി തിരിച്ചറിഞ്ഞില്ല. ഒരു പക്ഷേ യേശുവിനോട് അവർ ഏത് വിധത്തിലാണ് ഇടപെട്ടിരുന്നത് എന്നുള്ളത് ആ തിരിച്ചറിവില്ലായ്മയുടെ അടയാളമാണ്. പഴയ നിയമത്തിൽ മശീഹയെ സംബന്ധിക്കുന്ന, കർത്താവ് യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന എന്തൊക്കെ ഉദ്ധരണികളാണ് പറയുന്നത്? അതിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ 2 ദിവസത്തെ പാഠങ്ങളിലായി ഓർമ്മിപ്പിക്കുകയാണ്. അതിലാദ്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിനെ യെശയ്യാവിൻ്റെ പ്രവചനം 40:3 താരതമ്യം ചെയ്തുകൊണ്ടാണ് അവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. യോഹന്നാൻ 1:23 പറയുന്നത് ഇങ്ങനെയാണ്: യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പറയുകയാണ്, എന്താണ്? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് യോഹന്നാൻ അവിടെ പറയുന്നത് നമുക്കാണ്. അതിനെ യെശയ്യാവിൻ്റെ പ്രവചനം 40:3 പറയുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു, എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അവനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അതിൽ യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മളോട് വായിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും 4-5 വാക്യങ്ങൾ കേൾക്കുമ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള കൃത്യമായ രേഖപ്പെടുത്തലുകൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 69:9 എന്തൊക്കെയാണ് ഈ 2 വേദവാക്യങ്ങളിലുമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ഒരു എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ 69-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നുണ്ട്. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിനെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു എന്ന് അവൻ സാക്ഷ്യം പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എരിവ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള, അല്ലേ, ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് അവൻ്റെ പ്രാർത്ഥനാലയമാണ്. ആ പ്രാർത്ഥനാലയത്തിനുള്ളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക, സമാധാനത്തിന് വേണ്ടി വരിക, സ്നേഹത്തിന് വേണ്ടി വരിക, അല്ലാതെ കലഹത്തിനോ കച്ചവടത്തിനോ വേണ്ടി ദൈവത്തിൻ്റെ ആലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യുന്നത്? പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെൻ എന്നാണ് കൽപ്പിക്കുന്നത്.
ദൈവത്തിൻ്റെ ആലയം കച്ചവടത്തിനുള്ള ആലയമല്ല, പണത്തിൻ്റെ വാഗ്വാദങ്ങൾ നടത്തേണ്ടുന്ന ആലയമല്ല. ദൈവത്തിൻ്റെ ആലയം എന്താണ്? സമാധാനത്തിൻ്റെ ആലയമാണ്, പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥനയ്ക്കായി നിങ്ങളെൻ്റെ ആലയത്തിലേക്ക് വരുവിൻ. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്, ആ എരിവ് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണത, നമുക്ക് ആശ്രയിക്കാനുള്ള ഒരിടമാണ്. സമാധാനത്തോടെ വന്ന് കുമ്പിടുവാൻ, പ്രാർത്ഥിക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ള ഒരിടമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അല്ലേ? ദൈവത്തിൻ്റെ ആലയത്തിലെ അധികാരങ്ങൾക്ക് വേണ്ടി തർക്കിക്കാനോ വാഗ്വാദം നടത്താനോ അല്ലെങ്കിൽ അധികാര കസേരകൾക്ക് വേണ്ടി വടംവലി നടത്തേണ്ടതോ ആയ കാര്യമില്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ദാസന്മാരായി ദൈവത്തിൻ്റെ അരികിലേക്ക് കിടന്നു. നിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് ദാവീദ് മഹാരാജാവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും ഓർമ്മിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നാണ് അവിടെ പറയുന്നത്. നോക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് ഇരമ്യാവിൻ്റെ പ്രവചന ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യാവിൻ്റെ പ്രവചനം നമുക്ക് നോക്കാം. ഇരമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നോക്കാം. നമുക്ക് എന്താ പറയുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇതിൽ പരം ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, ആ വാക്യത്തിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്താ പറയുന്നത്? എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. 1, അവർ ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു. 2, അവർ വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. കണ്ട കല്ല്, മരങ്ങൾ, തടികൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെന്നിരുന്ന് കുമ്പിടുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, മീത സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള യാതൊന്നിനെയും നമസ്കരിക്കരുത്. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. അതാണ് പ്രവചനം. തുടർന്ന് നോക്കാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോയിട്ടില്ല എന്ന് അവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ആരായിരുന്നു? അറുക്കപ്പെട്ട കുഞ്ഞാട് ആയിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു എന്ന് പറഞ്ഞു, അല്ലേ? യേശുക്രിസ്തു, കർത്താവ് യേശുക്രിസ്തു മരിച്ചു പോയില്ലയോ എന്നറിയാൻ വേണ്ടി അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്ന സമയത്ത് അവൻ മരിച്ചു എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവരാരും എന്ത് ചെയ്തില്ല? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൈകാലുകളെ ഒടിക്കുകയോ അവൻ്റെ ശരീരത്തിന് ഊനമുണ്ടാക്കുകയോ ചെയ്തില്ല. അവൻ ഊനമില്ലാത്ത കുഞ്ഞാട് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, രാവിലത്തേക്ക് അതിൽ നിന്നും ഒന്നും ശേഷിപ്പ് വെച്ചിരിക്കരുത്, അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്, പെസഹയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കണം എന്ന് പറഞ്ഞു. പെസഹ കുഞ്ഞാടിൻ്റെ എന്ത് ചെയ്യണം? പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കരുത് എന്ന്, യാഗവസ്തുവിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കരുത് എന്നാണ് പ്രമാണം. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി യാഗമായി കാൽവരിയിൽ ആ യാഗവസ്തുവിനെ പഴയ നിയമത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. യോഹന്നാനെന്ന് മാത്രമല്ല, വേദപുസ്തകത്തിലെ എഴുത്തുകാരൊക്കെയും, പൗലോസായാലും മത്തായി ആയാലും മാർക്കോസ് ആയാലും ലൂക്കോസ് ആയാലും എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിനെ പഴയ നിയമ എഴുത്തുകളുമായി താരതമ്യം ചെയ്ത് അവൻ്റെ വാക്കുകളെ അവൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ശിഷ്യന്മാരുടെ വാക്കുകളും കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതെല്ലാം നമ്മോടും പറയുന്ന കാര്യങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക. നാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ഈ വചനം കൊണ്ട് നമ്മോട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം.
നമ്മൾ ബുധനാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത്. യേശുവിനെ സംബന്ധിച്ച പഴയ നിയമ പ്രവചനങ്ങളുടെ 2ാം ഭാഗം. യേശു മതനേതാക്കളോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നമ്മൾ നേരത്തെ അതിനെ വിശദീകരിച്ച് പറഞ്ഞതാണ്. അതാണ് യേശുവിന് തന്നെക്കുറിച്ച് പറയുവാനുള്ള അവിശ്വസനീയമായ അവകാശവാദം എന്നാണ് ലേഖകൻ പറയുന്നത്. യേശു സ്വയം സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല, താൻ പുകഴ്ത്തി പറയുന്നു എന്ന് കരുതും എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാവണം. എന്നാൽ അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന പരീശന്മാർ, പണ്ഡിതന്മാർ, ന്യായവാദികൾ, അതല്ലെങ്കിൽ അന്നത്തെ മതപ്രമാണിമാർ, ഇവരെല്ലാവരും പല വിധത്തിലാണ് ക്രിസ്തുവിനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഇവിടെ കണക്കുകൂട്ടലുകൾ വ്യത്യസ്തമാകാം. നസ്രായനായ യേശു പക്ഷേ 100 കണക്കിന് പഴയ നിയമ പ്രവചനങ്ങൾ നിറവേറി എന്ന് പണ്ഡിതന്മാർ വിചാരിക്കുന്നു. എത്ര തന്നെ എണ്ണം പറഞ്ഞിരുന്നാലും വളരെ കുറച്ചെണ്ണം മാത്രമേ ഏതെങ്കിലും സംശയം ശേഷിപ്പിക്കൂ. കൂടെ ആരെങ്കിലും ഇപ്രകാരം ഒരു സദൃശ്യം പറഞ്ഞേക്കാവുന്നതാണ്. ടെക്സാസ് പോലെ ഒരു സ്ഥലത്തെ 2 അടി ഉയരത്തിൽ നാണയം നിരത്തുക, അവയിൽ 2 എണ്ണത്തിന് ഇളം ചുവപ്പ് നിറം കൊടുത്ത് എല്ലാം കൂട്ടി ഇളക്കുക, പിന്നെ ഒരു മനുഷ്യൻ്റെ കണ്ണ് മൂടിക്കെട്ടി ചുവപ്പ് നിറമുള്ള നാണയം കണ്ടെത്താൻ ആവശ്യപ്പെടുക. ഒരു ശ്രമം കൊണ്ട് മാത്രം ആ നിറമടിച്ച ഒരേ ഒരു നാണയം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും. വളരെ വ്യത്യസ്തമായ വിധത്തിലുള്ള ഒരു അഭിപ്രായമാണ് ലേഖകൻ നമ്മുടെ മുമ്പിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ പ്രയാസപ്പെടുന്നത്. യേശുവിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ ഒരുപാട് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 100-ലധികം സ്ഥലങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പഴയ നിയമ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവയുടെ എല്ലാം നിറവേറലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വേദപുസ്തകം സാക്ഷ്യമായി പറയുകയാണ്. അതിലും വിശ്വസിക്കാത്തവരോട് പറയുകയാണ്. ചിലത് വിശ്വസിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരം ആയിരിക്കില്ല. അവർ മാനുഷികമായ ചിന്ത കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് അവർക്കത് പ്രയാസമായിരിക്കും. അതിനെ ലേഖകൻ ഉപമിച്ചിരിക്കുകയാണ്. കുറേ നാണയങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, അതിലേക്ക് 1-2 കളർ പുരട്ടിയ ശേഷം വേണം അതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അതിൽ നിന്ന് കളർ പുരട്ടിയ നാണയം ഏതാണ് എന്ന് കണ്ണ് പൂട്ടിക്കെട്ടി ഒരു മനുഷ്യനോട് എടുക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനത് ഒരുപക്ഷെ എടുക്കുമായിരിക്കും ഭാഗ്യം കൊണ്ട്, അതല്ലെങ്കിൽ അവനതിൻ്റെ ഗന്ധം കൊണ്ടെങ്ങാനും എടുക്കുമായിരിക്കും. പക്ഷേ അത് എടുക്കാൻ അവന് വളരെയധികം പ്രയാസകരമായിരിക്കും എന്നുള്ളത് പോലെയാണ് ചില ആളുകളെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. യേശുവിനെക്കുറിച്ച്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ വീണ്ടുവരവിനെക്കുറിച്ച്, യേശു ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച്, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒരു മശിഹ എന്നതിലുള്ള വലിയൊരു പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ 1-ാം ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പാഠം പഠിച്ച സമയത്ത് നമ്മളതിനെ വിശദീകരിച്ച് പഠിക്കേണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പിറ്റേന്ന് പെരുന്നാൾക്ക് വലിയൊരു പുരുഷാരം യെരുശലേമിലേക്ക് വരുന്നത് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവർ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രിയെ ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു എന്ന് പറയാം. നോക്കാം, സങ്കീർത്തനങ്ങൾ 118-ന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ പ്രകാരം പറയുന്നു: യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അങ്ങനെ വന്നവൻ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു എന്ന് 1-ാമത്തെ സാക്ഷ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി 14-15 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സിയോൻ കർത്താവ് യേശു ക്രിസ്തു തന്നെ എതിരേൽക്കാൻ നിൽക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ആളുകൾക്കിടയിലേക്ക് ഒരു കഴുതക്കുട്ടിയെ കണ്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് വരുമ്പോൾ യേശു പറയുകയാണ്: സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു. നമുക്കത് വായിക്കാൻ കിട്ടുന്നത് സഖരിയാവിൻ്റെ പ്രവചനത്തിലാണ്. സഖരിയാവിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. എന്താണ് സഖരിയാവിൻ്റെ പ്രവചനം എന്ന് പറയുന്നത്? പഴയ നിയമ പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തിൽ നിന്ന് തൊട്ടുമ്പോൾ, മലാഖിക്ക് തൊട്ടുമുമ്പുള്ള വേദഭാഗമാണ്. സഖരിയാവ് 9:9 ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, സിയോൻ പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, നിന്റെ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും
പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പ്രവചനം നിറവേറിയിരിക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനസമൂഹത്തോട് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്ത മറ്റൊരു ഉദാഹരണം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമാണ്. നമുക്കതുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ്? നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. സന്ദർഭം ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. കർത്താവായ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുക്കുന്ന സന്ദർഭമാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്ന. സങ്കീർത്തനങ്ങൾ 41-ന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ആ ഭാഗം നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടെ പറയുന്നത്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ഉള്ള പ്രവചനം നിവൃത്തിയായി എന്ന് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. യോഹന്നാൻ 19-ന്റെ 37 നമുക്ക് ഈ യേശുവിനെ സംബന്ധിച്ച പഴയ നിയമ എഴുത്തുകളിൽ പറയുന്ന കാര്യങ്ങളുടെ അവസാനമായി നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയും, നമ്മൾ ഒരിക്കൽ വായിച്ച വാക്യമാണ്, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ വായിച്ചതാണ്. സഖര്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പെസഹ ആചരിക്കേണ്ടുന്നതിനെപ്പറ്റി അവിടെ പറയുന്നത് നമ്മൾ വായിക്കേണ്ടായി. നോക്കൂ, പഴയ നിയമ പ്രവചനങ്ങൾ ഭാഗങ്ങളിലും പുതിയ നിയമ സുവിശേഷ ഭാഗങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പ്രവചനങ്ങളുടെ നിറവേറൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതെത്ര ചരിത്ര ഭാഗം നമ്മൾ പഠിച്ചു. നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇത് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ഈ 2000 വർഷം മുമ്പുള്ള വേദപുസ്തക എഴുത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് അത് വീണ്ടും നമുക്ക് പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുമ്പോൾ ലോകത്തിൻ്റെ അവസാനം വരും എന്നുള്ളതാണ്. അന്നേരം മുമ്പന്മാർ പിമ്പന്മാരുമാകും, പിമ്പന്മാർ മുമ്പന്മാരും ആകുന്ന അവസ്ഥ വരും. വലിയൊരു ഓട്ടത്തിലാണ് നാം. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വിശദീകരിച്ചത് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് എന്നും മനസ്സിലാക്കുക. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരാം. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, കീഴിൽ നിന്നുള്ളവർ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. യേശു എങ്ങനെയാണ് പ്രവചിക്കപ്പെട്ടിരുന്ന മശിഹ ആയിരിക്കുന്നതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തി. അതായിരുന്നു യഹൂദജനം ഇത്രകാലം കാത്തുവച്ചിരുന്ന വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. യേശുവിനും മത നേതാക്കൾക്കും ഇടയിൽ വലിയ ഒരു ശക്തി ഉണ്ടായിരുന്നു. പലരും യേശുവിനെ എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത് എന്ന് ഏറ്റവും നന്നായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേദഭാഗങ്ങൾ ചിലതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ന്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനോട് ഇവരൊക്കെ തർക്കിക്കാൻ വന്നിരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഏതൊക്കെയാണ്? മിക്കപ്പോഴും അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് ഇവർക്കൊക്കെയും അതിശയമുണ്ടായത്, തർക്കമുണ്ടായത് ഇവൻ ആരാണ് എന്ന്. അവൻ്റെ അരികിൽ വന്ന് സൗഖ്യം നേടാൻ വേണ്ടി ആളുകൾ വലിയ ജനക്കൂട്ടമായി അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലമല്ല. അന്ന് മൈക്രോഫോണൊന്നും ഉപയോഗിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് കൺവെൻഷൻ യോഗങ്ങൾ നടത്തുന്ന പോലെ പ്രസംഗിക്കാനുള്ളൊരു സാഹചര്യമില്ല. അവൻ ഉയർന്ന ഒരു പ്രദേശത്ത് കയറിയിരിക്കും. എപ്പോഴും നമ്മൾ അവൻ ഒന്നുകിൽ പടകിൻ്റെ മുകളിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിരിക്കും. എല്ലാ ജനങ്ങൾക്കും കാണാൻ പറ്റുന്ന ഒരു ഇടത്ത് ചെന്നിരുന്ന് ആണ് അവൻ എന്ത് ചെയ്തത്? ആ ജനങ്ങളോട് സംസാരിച്ചത്. അവൻ പറയുന്ന ശബ്ദം വളരെ ഉച്ചത്തിലൊന്നുമല്ല, അവൻ പതുക്കെയാണ് പറഞ്ഞിരുന്നത്. അത് കേൾക്കാൻ ആ ജനങ്ങൾക്ക് സാഗൂതം അവർ നിശബ്ദരായി അവൻ്റെ വാക്കെന്താണെന്ന് കേൾക്കാൻ അനേകം ജനങ്ങളുണ്ടായിരുന്നു.
അതൊക്കെയാണ് പരീശന്മാരെ, മതപ്രമാണികളെ അല്ലെങ്കിൽ ന്യായശാസ്ത്രിമാരെ, അന്നത്തെ യഹൂദന്മാരെ ചൊടിപ്പിച്ചതായ കാര്യങ്ങൾ. അതിലൊരു സന്ദർഭത്തിലാണ് നമുക്കിവിടെ പഠിക്കാൻ തന്നിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഒലിവുമലയിലേക്ക് പോയി ഇരിക്കുന്ന സമയത്ത് അവൻ അധികാലത്ത് ദൈവാലയത്തിൽ നിന്ന് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നത്, അതിനെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? യേശു അവരെല്ലാം തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലാക്കി അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവനോട് ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അത് കേട്ടിട്ടാവണം അതിൽ ഓരോരുത്തരും മനസാക്ഷി അംഗീകരിച്ച് ആ ചോദ്യത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. വേണമെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന് ഞാൻ പാപം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബിരുദൻ എന്തായാലും കൂട്ടത്തിലുണ്ടാവും. ഞാൻ പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കല്ലെറിയാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരാമായിരുന്നു. പക്ഷെ അവരാരും അങ്ങനെ വന്നില്ല. അവരെല്ലാവരും യേശുവിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ വാക്ക് കേട്ടിട്ട് ആ സ്ത്രീയെ കല്ലെറിയാതെ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ല, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല. യേശു പിന്നെയും അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകുന്നത്. അപ്പോഴാണ് പരീശന്മാർ ചോദിക്കുന്നത്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നുവോ? ഇതൊരു വലിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരൊരു പ്രത്യേക രീതിയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് അവനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്താണ്? നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നുവോ? നിന്റെ സാക്ഷ്യം സത്യമല്ല. കർത്താവ് യേശു ക്രിസ്തു നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ബെഥസ്ദാ കുളത്തിൻ്റെ കരയിൽ പക്ഷപാതക്കാരനായി കിടന്നവനോട് അവനെ സൗഖ്യമാക്കി കഴിഞ്ഞ ശേഷം അവൻ്റെ മുമ്പിൽ ചോദ്യവുമായി വന്ന മതപ്രമാണിമാരോട് അവൻ അന്നേരവും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ജീവനിൽ കടക്കുവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിത്യജീവൻ്റെ അവകാശമായി നിങ്ങൾ തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയോ എന്നെ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല, ജീവനിലേക്ക് കടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് കർത്താവ് യേശു ക്രിസ്തു അവിടെ കുറ്റപ്പെടുത്തിയത്. ഇവിടെ പറയുന്നതാണ്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യം ആകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എൻ്റെ വിധി സത്യമാകുന്നു എന്ന് പറഞ്ഞു. ഒരു വലിയ പ്രശ്നം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. യേശു ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് പരീശന്മാരുടെ അഭിപ്രായം. അവരുടെ തത്വം വേറെയാണ്. കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, ഈ ജനം പിതാവിനെ അറിയുന്നില്ല. അവർ വാക്കുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നു, മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നില്ല. പിന്നെ അവൻ പറയുന്നത്, അവർ ആത്മീയതയുള്ളവർ, ദൈവികതയുള്ളവർ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ദൈവികതയുടെ കേവല രൂപം മാത്രമാണ് അവർക്കുള്ളത്. അവർക്ക് പുറമേ കാട്ടുന്ന ഭക്തി മാത്രമേ ഉള്ളൂ. അവർക്ക് കുറച്ച് വിശ്വാസമില്ല. അത് 2 തീമോഥെയോസ് 3:5 വാക്യം വായിക്കുമ്പോൾ നമുക്കത് വായിക്കാൻ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജനം അടുത്ത് വന്ന് വായി കൊണ്ട് അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയങ്ങളെ അവർ എങ്കിൽ നിന്നും ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു എന്ന്. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പന എത്രേ എന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നമുക്ക് എത്ര കൃത്യമായിട്ടാണ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തിനെ ദൈവം റീഡ് ചെയ്യുന്നത്. റീഡിങ് ദെയർ മൈൻഡ്സ്, അവരുടെ മനസ്സുകളെ വായിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ കണ്ണടച്ച് പാല് കുടിച്ചാലും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിന് മുമ്പിൽ ഒരു കാഴ്ചയുണ്ട് എന്ന് മനസ്സിലാക്കുക. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ കൊണ്ട് അവർ ഉപദേശിക്കുന്നു, വ്യർത്ഥമായി ഭജിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കാതെ ചുമ്മാ വിളിച്ച് ബഹളങ്ങളുണ്ടാക്കുന്നു. അങ്ങനെ അതിനൊന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തമായി സമാധാനമായി അവൻ പറഞ്ഞതായ വാക്കുകളെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക അത്രയേ വേണ്ടത്.
ഈ ജനം അടുത്തു വന്ന് വായ്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയങ്ങളെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് വെച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. അങ്ങനെ വഴിതെറ്റിക്കാനും ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റിക്കുവാൻ, ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകൾ വ്യാജ ഉപദേശങ്ങളുമായി കടന്നു വരുന്ന പലരും അവരിലും വിശ്വസിച്ചു എന്നുള്ളതാണ്. അല്ലേ? പലരും അവരിലും വിശ്വസിച്ചു. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും പ്രോത്സാഹജനകമായ കാര്യം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശു മതനേതാക്കളുമായി തർക്കിച്ചതിൽ നിന്നും എന്ത് പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കുന്നു? കീഴിൽ നിന്നുള്ളവർ എന്ന സ്ഥിതി മാറ്റി മേലിൽ നിന്നുള്ളവർ ആകുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ആരുടെ കീഴിലാണ്? ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ ജീവങ്കിലേക്ക് കടക്കാനുള്ള വാതിൽ, ജീവങ്കിലേക്ക് പോകാനുള്ള വഴിയിലെ വെളിച്ചം കർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നവരുടെ മുമ്പ് ചെന്ന് നിന്ന് പ്രാർത്ഥനയ്ക്കും കുമ്പിടാനൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് ജീവിതത്തിൽ അനുഭവിച്ച് തന്നെ മതിയാകും. നമുക്ക് മേലുള്ളവർ ആകണം. അവൻ്റെ വാഗ്ദത്തം എന്നാണ്? ദേശത്തിൻ്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കും എന്നാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമാണ്. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റും, യാതൊരു സംശയമില്ല. അനുഭവമാണ് പറയുന്നത്. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുക തന്നെ ചെയ്യും. നാം ഒരിക്കലും കീഴുള്ളവരല്ല, നാം മേലുള്ളവർ ആകുവാൻ തക്കവണ്ണം അവനിൽ വിശ്വസിക്കുകയത്രേ വേണ്ടത് എന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറയും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എലൻ ജി വൈറ്റിൻ്റെ യുഗങ്ങളുടെ പ്രത്യാശ, ദ ഡിസയർ ഓഫ് ഏജസ് എന്ന പുസ്തകത്തിൻ്റെ 622 മുതൽ 680 വരെയുള്ള പേജുകളിൽ ചില ഭാഗങ്ങൾ ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ് എന്ന്, നമ്മുടെ ഹൃദയങ്ങളെ നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്യരുത്? കുഴപ്പത്തിൽ ആക്കരുത്. ഡോണ്ട് ബി ഇൻ എ ഡിലമ്മ എന്നാണ്. നമ്മൾ ഒരിക്കലും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. വേദപുസ്തകം പറയുന്നതിന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ സംശയത്തിനിടം കൊടുത്തു കഴിഞ്ഞാൽ പിശാചിനിടം കൊടുക്കുന്നു എന്നാണ്. സംശയത്തിനിടം കൊടുക്കരുത്. അവൻ്റെ അനുഗ്രഹങ്ങൾക്കായി നിങ്ങൾ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അല്ലേ? നാം സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സമുദ്രവും നിറവുണ്ടാക്കിയവനിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാണുവാൻ അവൻ്റെ കണ്ണ് ഒരിക്കലും കുരുടായിട്ടില്ല, അവൻ്റെ ചെവി ഒരിക്കലും മന്ദമായിട്ടുമില്ല. വേദപുസ്തകം സത്യത്തെ ഒരു സ്വർണ്ണനിധി പോലെ എബ്രായ ജനത്തിന് ഏൽപ്പിച്ചിരുന്നു. സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്ന യഹൂദ്യ ഗൃഹഭരണം ക്രിസ്തുവിനാൽ തന്നെ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. മാതൃകകളിലൂടെയും സാദൃശ്യങ്ങളിലൂടെയും വീണ്ടെടുപ്പിൻ്റെ മഹത്തായ സത്യങ്ങൾ പ്രദർശിക്കപ്പെട്ടിരുന്നു. യേശു വന്നപ്പോൾ ഇതൊക്കെ ആയിരുന്നിട്ടും ആരെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവർക്ക് ദൈവവചനം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ സത്യം. എന്നാലും അവർക്ക് മറഞ്ഞിരുന്നു. തലമുറകളായി കൈമാറി വന്ന പാരമ്പര്യവും ദൈവവചനത്തിന് അവർ നൽകിയ വ്യാഖ്യാനങ്ങളും ആയിരുന്നു അതിന് കാരണം. പാവന തിരുവെഴുത്തുകളുടെ ആത്മീയ പ്രാധാന്യം നഷ്ടമായി. സർവജ്ഞാനത്തിൻ്റെയും ഭണ്ഡാരം അവർക്ക് തുറക്കപ്പെട്ടിരുന്നിട്ടും അവർ അതിൽ നിന്ന് അറിവ് നേടിയില്ല. ദൈവം മനുഷ്യരിൽ നിന്ന് തൻ്റെ സത്യത്തെ മറച്ചു വയ്ക്കുന്നില്ല. അത് ദീർഘമായി നമ്മോട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും ഒന്ന് ഭംഗിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സ്വർഗത്തിൽ നിന്ന് നൽകുവാൻ കഴിയുമായിരുന്ന ഏറ്റവും വലിയ സമ്മാനത്തെ ആ ജനം ദാരുണമായി തള്ളിക്കളഞ്ഞുവെന്ന് എലൻ ജി വൈറ്റ് ക്രൈസ്റ്റ് ഓബ്ജക്റ്റ് ലെസൺ എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതേതാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിക്കുന്ന, പിതാവിൽ വിശ്വസിക്കുന്ന, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ഏറ്റവും വലിയ സമ്മാനം. അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതിനെ നിരസിക്കുവാൻ നാം തയ്യാറാകരുത് എന്നാണ് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും ഒരുപാട് പ്രവചനങ്ങളുണ്ടായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെയും നിറവേറിക്കഴിഞ്ഞു. കുറേ ഇനി അവൻ്റെ വീണ്ടും വരവ് വരെയും ചിലത് നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കും.
തീർച്ചയായും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എത്രയും വേഗം ഉണ്ടാകും. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പാഠഭാഗം അവസാനിപ്പിക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവമേ, മനോഹരമായ വചനങ്ങൾ പിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനുള്ള സ്തോത്രം. കർത്താവിനെക്കുറിച്ച് പഴയ നിയമങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുടെ നിറവേറലുകളുടെ സത്യം കർത്താവെ സ്വർഗത്തിൽ നിന്നും അടിയങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും വലിയ സമ്മാനമായി, പിതാവെ നീ അടിയങ്ങളെ സ്നേഹിക്കുന്നതിന് ഉദാഹരണമായി കർത്താവ് യേശു ക്രിസ്തുവിനെ നീ അടിയങ്ങൾക്ക് നൽകിയല്ലോ. പിതാവെ അടിയങ്ങളുടെ പാപങ്ങളൊക്കെയും അവൻ്റെ ജീവരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിൻ്റെ മക്കളായ അടിയങ്ങളെ ചേർത്തുകൊള്ളുമാറാകണമേ. വചനം കേട്ടണം നിൻ്റെ ജനത്തെയൊക്കെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വനമേഘങ്ങൾ എഴുന്നള്ളുമ്പോൾ ദൈവമേ അങ്ങെതിരേൽപ്പാൻ ഈ ജനം ഒരുങ്ങുവാൻ ഈ വചനങ്ങൾ മുഖാന്തരമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൻ TV അനുഗ്രഹിക്കുമാറാകണമെന്ന് ഇതിന് ചുക്കാൻ പിടിക്കുന്ന സകല നേതാക്കന്മാരെയും തിരുക്കരങ്ങൾ നൽകുന്നു. അതിൻ്റെ നേതൃത്വത്തൊക്കെയും തിരുക്കരങ്ങൾ നൽകുന്നു. അതിന് സഹായിക്കുന്നതായ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദേശാന്തരങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം കേൾക്കുന്ന അങ്ങയുടെ പ്രിയമക്കളെ ഓരോരുത്തരെയും തിരുക്കരങ്ങൾ നൽകുന്നു. പിതാവേ ഒരുപാട് പേർ ഈ വചന പഠനത്തിനെ കാണുന്നുണ്ട്. പലരും അടിയങ്ങളെ നേരിലും അല്ലാതെയും ഒക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. പിതാവേ അതൊക്കെയും അടിയങ്ങൾ പഠിപ്പിക്കുന്ന അടിയങ്ങൾ പണ്ഡിതന്മാരായതുകൊണ്ടല്ല നാഥ, നിൻ്റെ വചനം അടിയങ്ങളുടെ കാലിൻ ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കുകൊണ്ടത്രേ നാഥ. അത് അടിയങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ധന്യത പകരുവാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൻ TVക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിനയം കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ അധ്യാപകരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശാന്തരങ്ങളിൽ നിന്ന് അങ്ങയുടെ വചനം കേൾക്കുന്നു അങ്ങയുടെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഭയെയും സഭയുടെ നേതാക്കന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വയൽപ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവരെയും എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിൻ്റെ സ്നേഹത്തെ പങ്കുവെച്ചുകൊണ്ട് അങ്ങയുടെ യഥാർത്ഥത്തിൽ അങ്ങയുടെ സ്നേഹം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ സകലരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയനെയും പൊടിയോളം താഴ്ത്തി തിരുക്കരങ്ങൾ നൽകുന്ന നാഥ, ഇന്നയോളം നീ അനുഗ്രഹിച്ചുള്ള അനുഗ്രഹങ്ങളുടെ വലിയ ഭണ്ഡാരം പിതാവേ അടിയൻ സ്വപ്നം കാണാത്തത് പോലും അടിയൻ്റെ ജീവിതത്തിൽ നൽകിയവനായ യഹോവേ, നീ അടിയന് വേണ്ടി കരുതിയിരിക്കുന്ന കരുതലുകൾ അടിയൻ അറിയുന്നു. പൂർണ്ണമായും നിൻ്റെ സന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്യുമാറാകണമേ നാഥ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു പ്രിയ പിതാവേ. ആമേൻ.